എന്താണ് ആ രാത്രി അവിടെ സംഭവിച്ചത്? തമിഴ്നാട്ടുകാരുടെയല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള തമിഴ് നടന്മാരിൽ ഒരാളാണ് ദളപതി വിജയ്. ഇളയ ദളപതിയായിരുന്ന വിജയ് പിന്നീട് കൺമുന്നിലൂടെ വളർന്നാണ് ദളപതിയായി മാറിയത്, എല്ലാ ആരാധകരുടെയും മനസ്സ് കീഴടക്കിക്കൊണ്ട്. എന്നാൽ കഴിഞ്ഞൊരു വർഷമായി വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്രി കഴകത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്രി കഴകത്തിന് വേണ്ടി നടത്തിയ പൊതുയോഗത്തിൽ പങ്കുചേരാൻ പതിനായിരങ്ങളാണ് ഒത്തുകൂടിയത്. ഇതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് 39 പേർ മരിച്ചു എന്ന വേദനാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിനെ ഒന്നാകെ നടുക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. രാവിലെ മുതൽ വിജയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തുനിന്ന ജനക്കൂട്ടത്തിനരികിലേക്ക് വിജയ് എത്തിയത് രാത്രി 8 മണിയോടുകൂടിയാണ്. അപ്പോഴേക്കും വെള്ളവും ഭക്ഷണവും കിട്ടാതെ ജനങ്ങൾ വലഞ്ഞിരുന്നു. പരിസരത്തെ കടകൾക്ക് നേരെ ആക്രമണമുണ്ടാകാതിരിക്കാൻ കടകളെല്ലാം തന്നെ മുൻകൂട്ടി അടച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒന്നും കഴിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ രാത്രി 8 മണിയോടെ വിജയ് എത്തുകയും ജനങ്ങൾ ആവേശം കൊള്ളുകയും വെള്ളം കിട്ടാതെ ദാഹിച്ചു നിന്ന ജനങ്ങൾക്ക് നേരെ സ്റ്റേജിന് മുകളിൽ നിന്നും വിജയ് വെള്ളം കുപ്പികൾ എറിഞ്ഞു നൽകുകയും ചെയ്തതോടെ സ്ഥിതി വഷളായി. ഈ വെള്ളം കുപ്പികൾ കിട്ടുന്നതിന് വേണ്ടി ജനങ്ങൾ ഉന്തും തള്ളുമുണ്ടാക്കി. ഒരാളുടെ മേലേക്ക് മറ്റൊരാൾ കാൽ വഴുതി വീണതോടെ സ്ഥിതി രൂക്ഷമായി. 2 ഗർഭിണികളും 9 കുട്ടികളുമടക്കം 39 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. തമിഴ് ജനതയെ ഒന്നടങ്കം കരയിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഒരുപാട് വേദനയോടെയാണ് മലയാളികളും ഈ വാർത്ത ഏറ്റെടുത്തത്. അപകടത്തിൽ മരിച്ച ഓരോരുത്തരുടെയും ആത്മാവിന് നിത്യശാന്തി നൽകിക്കൊണ്ട് വീഡിയോ നിർത്തുന്നു.